ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നല്ല അടിപൊളി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റുള്ള ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്തോളി, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് 1/2 കപ്പ് അവിലാണ് കേട്ടോ. അത് വെള്ള അവിലാണെങ്കിലും പിന്നെ സാധാ അവിലാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മളെ കയ്യിൽ ഏത് അവിലാണോ ഉള്ളത് അതെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നല്ലൊന്ന് കൈമേൽ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടി വരുന്നൊരു പരുവാവില്ല. ആ പരുവായാൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നേരിയതായിട്ടൊന്ന് ചൂടാറണം, നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇതേ പാനിക്ക് തന്നെ ഞാനൊരു 5-10 അണ്ടിപ്പരിപ്പ് ഇട്ടുകാണ്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഓപ്ഷനിലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇട്ടെടുത്തോണ്ടിട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമല്ല, ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ ബദാമോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാനൊരു 10 എണ്ണം ഒന്ന് വറുത്തുകാണ്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ടുകാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ജ്യൂസിന് നല്ലൊരു പിന്നെ എന്താ പറയുക തിക്നെസ്സും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ. പിന്നെ അവിലാണോന്ന് ഇത് ആരും പറയില്ല കേട്ടോ, നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടൽ കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഒരു പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു പാക്കറ്റ് പാലിനുള്ള അളവാണ്. പിന്നെ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് 3 ഗ്ലാസ് ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഇതാ ഞാൻ നല്ലോണം പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ അവലിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ്ട് എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ സിറപ്പാണ് കേട്ടോ. ഇതിന് വലിയ വില ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു കുപ്പി വാങ്ങിച്ചാൽ മതി. പിന്നെ അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടാവില്ല കൊക്കോ പൗഡർ, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്താൽ മതി കേട്ടോ. ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാച്ചിട്ട് ഒന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. നമ്മളെ കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടെടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ. ഈ ചോക്ലേറ്റ് സിറപ്പിൽ പഞ്ചസാര ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ മധുരം കൂടി അനുസരിച്ചിട്ട് വേണം നമ്മൾ മധുരം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കണം, 5 രൂപേൻ്റെ ഒരു ചെറിയ പാക്കറ്റ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ജ്യൂസിന് കിട്ടൽ. നല്ല തിക്നെസ്സോടെ തന്നെയാണ് നമുക്ക് കിട്ടല്. ജ്യൂസ് എന്നാൽ ഷെയ്ക്ക് എന്നൊക്കെ വിളിക്കട്ടെ നമുക്ക്, അതൊക്കെ നമ്മളിഷ്ടം. അപ്പോൾ ഞാനിതാ നല്ലോണം അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാ. പിന്നെ ഞാൻ ക്ലാസ്സിൽ ആ ചോക്ലേറ്റിൻ്റെ സിറപ്പ് കുറച്ചാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ല അത് എത്രമാത്രം തിക്നെസ്സിലാണ് ഈ പിന്നെ ഷെയ്ക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ ജ്യൂസൊക്കെ കടയിൽ പോയിട്ട് ഇതുപോലത്തെ ഒക്കെ ഒരു ജ്യൂസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും 90 രൂപ 100 രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മക്കൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവും. നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ലാതെ നല്ലൊരു അടിപൊളി ജ്യൂസ് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും അറിയിക്കൊണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.